ഞങ്ങളൊക്കെ സൂപ്പർമാൻ. ഇങ്ങനെയൊക്കെ വരിക. എടി ഗുണ്ടുമണി, എന്താ ഈ വാനരപ്പടയും കൂട്ടി ഇവിടെ കിടന്ന് ഇങ്ങനെ ജമ്മെന്ന് തുള്ളി കളിക്കുന്നത്? നിന്റെ ചേട്ടന്റെ അടുത്ത് വെറുതെ ഇരിക്കാൻ പറയില്ലെങ്കിൽ കൊല്ലും. ദേ ഇങ്ങോട്ട് നോക്കിയേ, ഈ ഇൻസൾട്ട് ചെയ്യുന്ന പണിയൊന്നും എന്റെ അടുത്ത് വേണ്ട. ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ. എന്ത്? ഈ കാൽ ടിക്കറ്റ് അര ടിക്കറ്റ് എല്ലാം നിന്റെ ഫ്രണ്ട്സാ? വെളി പോ. ഏയ്, ഞാൻ എന്തിനാ വെളിയിൽ പോകുന്നത്? ഈ റൂമിൽ എനിക്കും ഈക്വൽ റൈറ്റ്സ് ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അവകാശമൊക്കെ പറഞ്ഞു തുടങ്ങി. അറിഞ്ഞോ, അടുത്ത സ്ട്രീറ്റിലെ സച്ചിൻ ടെണ്ടുൽക്കർ വന്നിട്ടുണ്ടെന്നേ. അങ്ങേരുടെ ഒരു ഓട്ടോഗ്രാഫ് വാങ്ങിക്കാൻ പോവാൻ നല്ലൊരു ഷർട്ട് നോക്കിയിട്ട് കാണുന്നില്ലല്ലോ. മറ, എല്ലാം കുഴഞ്ഞു പറഞ്ഞു കിടക്കെ. അതിന്റെ ഇടയ്ക്ക് ബൊമ്മ. സത്യമായിട്ട് സച്ചിൻ തന്നെയാണോ? അതെ, സച്ചിൻ വന്നിട്ടുണ്ട്. കൂടെ അക്ക ഐശ്വര്യ റായി വന്നിട്ടുണ്ട്. അടുത്ത സ്ട്രീറ്റിൽ ആർട്ട് ഫിലിം ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. രണ്ടുപേരുമോ? ആ, എല്ലാം മിന്നല് പോലെ മറഞ്ഞല്ലോ. എവിടെ അവനെവിടെ? ഇന്ത്യൻ എക്കോണമി ഈസ് ഇന്ത്യൻ എക്കോണമി. ജപ്പാൻ എക്കോണമി ഈസ് ജപ്പാൻ എക്കോണമി. ഇന്ത്യൻ എക്കോണമി ഈസ് ദ ബെസ്റ്റ് എക്കോണമി. ഇന്ത്യൻ എക്കോണമി ഈസ് ദ ബെസ്റ്റ് എക്കോണമി. ഇന്ത്യൻ എക്കോണമി മീ ഈസ് ദ പോലീസ് എക്കോണമി. പാർട്ട് 1 പാർട്ട് 2. തെരുവില് ഗുണ്ടകളെ പോലെ വഴക്കുണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് നല്ല പിള്ള ചമഞ്ഞ് പഠിച്ചു കാണിക്കുക. അയ്യോ അമ്മേ, പോലീസ് അമ്മേ. ഇത് പോലീസ് സ്റ്റേഷൻ അല്ല, നമ്മുടെ വീടാ. രാവിലെ 6 മണി മുതൽ ഈ റൂമിലിരുന്ന് സിൻസിയറായിട്ട് പഠിച്ചോണ്ടിരിക്കുക എന്റെ മോൻ. അവനെ ഇങ്ങനെ. ഇന്ത്യൻ എക്കോണമി ഈസ് ഓൾവേസ് അവർ എക്കോണമി. ഈ ലോകത്തിലെ പാവാട എടുത്തോണ്ട് പഠിക്കുന്ന ആദ്യത്തെ പുത്രൻ നിന്റെ പുന്നാര മോനാടി. ലുങ്കി എന്ന് വിചാരിച്ചു പാവാട എടുത്തല്ലോടാ. അത് പിന്നെ അച്ഛാ, പഠിക്കുന്ന തിരക്കിനിടയ്ക്ക് ഞാൻ അറിയാതെ. ഓ അങ്ങനെയാ? നീ എന്താടി എരുതിയിൽ എണ്ണ ഒഴിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക? ഇതൊക്കെ ഇവന്റെ വേലയാണമ്മേ. സച്ചിൻ ഐശ്വര്യ റായി ഷൂട്ടിങ്ങിന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ എവിടെയൊക്കെ അലയാൻ വിട്ടെന്നറിയോ? ഞാൻ അങ്ങനെ അല്ല പറഞ്ഞു പൂന. അടുത്ത സ്ട്രീറ്റിൽ സച്ചിദാനന്ദ സ്വാമികൾ വന്നിട്ടുണ്ടെന്ന്. അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ആശീർവാദം വാങ്ങി ഐശ്വര്യം കിട്ടുമെന്ന് പറഞ്ഞു. ഓ, നീ ആണെങ്കിൽ അത് സച്ചിനാണെന്ന് വിചാരിച്ച് ഓട്ടോഗ്രാഫ് എടുത്തോണ്ട് പോയി ഐശ്വര്യ റായെ തപ്പിയ എങ്ങനെ കിട്ടാനാ? പണ്ട് ആരാണ്ട് പറഞ്ഞ പോലെ കാള പറ്റെന്ന് കേട്ടപ്പോഴേ കയറെടുത്തോണ്ട് നോക്കച്ച. കാണാൻ തന്നെയാടാ ഇരിക്കുന്നത്. എന്ത്? നീ എപ്പോ പഠിച്ച എങ്ങനെയൊക്കെ പരീക്ഷ എഴുതി പാസ്സായി വരുമെന്ന് കാണാൻ തന്നെ ഇരിക്കുന്നത്. അത് നടക്കില്ല അച്ഛാ. അച്ഛൻ പഠിക്കുന്നവരെ ഇവൻ കബഡി കറങ്ങി നടക്കാ. അച്ഛാ, കബഡിയോ? ഞാനതൊക്കെ വിട്ടിട്ട് കുറെ നാളായച്ചാ. വിശ്വാസമില്ലെങ്കിൽ അമ്മയോട് ചോദിക്കേ. അതെ അതെ. ഓഹോ, അങ്ങനെയൊക്കെയാണല്ലേ. അളിയാ, ഞാൻ കോടാലി തരികയാണോ വിളിക്കുന്നത്? സേഫായിട്ട് വീട്ടിൽ പോയി എത്തിയില്ലേ? ആ തന്തപ്പിശാശ അടുത്തൊക്കെ നിൽപ്പുണ്ടോ? ഞാൻ പറയുന്നതിനൊക്കെ നീ വെറുതെ മൂളിയാ മതി. എന്നടാ നിന്റെ അപ്പനെ കണ്ട് പഠിച്ചിട്ടാണോ പോലീസുകാരുടെ മാതിരിയുള്ള വൃത്തികെട്ട മൂളല്? എടാ, ഞാൻ ആ പെമ്പിള്ളേരെ കഴിഞ്ഞത് വരികയായിരുന്നു. എടാ, നിന്റെ തന്തപ്പടി വന്ന് നാറ്റിച്ച് നശിപ്പിച്ച കൊളാക്കി കൈ തന്നടാ. അയാളുടെ വിചാരം കമ്മീഷണർ സുരേഷ് ഗോപിയാ. എന്തൊക്കെയായാലും നിന്റെ അപ്പന ഒരു പന്ന പോലീസുകാരനാ. അയാൾ എപ്പോഴും നിന്നെ ഫോളോ ചെയ്തോണ്ട് നടക്കല്ലേ? എന്റെ അപ്പ എങ്ങനെ ആരെങ്കിലും ഉണ്ടല്ലോ? മിണ്ടാതെ അയാളെ ഡൈവേഴ്സ് ചെയ്യടാ. അയ്യോ, മറുപടി തരാവോ? നിന്റെ തന്ത എന്തിനാടാ കഞ്ഞി വെക്ക ഡ്രസ് ഇടുന്നത്? അയാള് നല്ലൊരു കഞ്ഞിയല്ലേ? അയാളുടെ ഒരു കൊടവയറും മുങ്ങയുടെ നോട്ടവും. പിന്നെ ഞാൻ പറയാൻ വന്ന കാര്യം വിട്ടു. എടാ, പിന്നെ നമ്മുടെ കടാരി കുമാരനില്ലേ, അവൻ പനി പിടിച്ച് കിടപ്പിലാ. പിന്നെ നമ്മുടെ വവ്വാലില്ലേ, അവന്റെ അമ്മയെ ചാരായ കേസിൽ പോലീസ് പിടിച്ചോണ്ട് പോയി. അതേപറ്റി ഓർത്ത് നീ വിഷമിക്കൊന്നും വേണ്ട. അടുത്ത മാച്ചില്ലേ, അതിൽ നമുക്കൊന്ന് കസറണം. പിന്നെ നാളത്തെ മാച്ചിലെ ജയം നിന്റെ കയ്യിലായിരിക്കുന്നത്. അച്ഛാ, ഏതോ റോങ് നമ്പർ അച്ഛാ. റോങ് നമ്പേഴ്സ് അല്ല, റോങ് മെമ്പേഴ്സ്. എന്റെ മകൻ ക്രിക്കറ്റിൽ ഒരു തെണ്ടുൽക്കർ, ചെസ്സിൽ ഒരു ആനന്ദ് എന്ന് പറഞ്ഞാലോ. ഇത് തെരുവുള്ളവർക്കൊപ്പം ചേർന്ന് കബഡി കളിക്കാൻ ചെല്ലുക. ഫ്രണ്ട്സിന്റെ പേരെല്ലാം കേൾക്കണ്ടേ? കത്തിക്കുമാരൻ, തിരുവഞ്ചിക്കുളം മുഹമ്മദ് അലി. ഇപ്പൊ വിളിച്ചില്ലേ ഒരു ഡിസ്കവറി ചാനൽ. ഡാ, അവന്റെ പേരെന്താ? അളിയ ഞാനാ നരി. പിന്നെ നിന്റെ അച്ഛനോടെ എന്താടാ അർണോൾഡ് പടത്തിന്റെ ടൈറ്റിലാ? ഞാൻ അവന്റെ തന്തയാണ് സംസാരിക്കുന്നത്. നിന്റെ അച്ഛൻ കൊള്ളാം, ടൈറ്റിൽ നന്നായിട്ടുണ്ട്. എന്റെ കയ്യിലെങ്ങാനും കിട്ടിയ കൊന്നുളയുന്നേ. എന്താ സാർ, നാളെ രാവിലെ 11 മണിക്ക് അംബേദ്കർ ഗ്രൗണ്ടിൽ കബഡി. ഏയ്, ദിസ് ഈസ് മൈ ലാസ്റ്റ് വാർണിംഗ്. മര്യാദയ്ക്ക് 4 പേപ്പർ എഴുതി പാസ്സായിട്ട് നല്ലൊരു ജോലി നേടാനുള്ള വഴി നോക്ക്. ഏയ്, നാളെ കാലത്ത് അവൻ ഈ വീട് വിട്ട് എങ്ങും പോകരുത്. ഇല്ല, പോയില്ല. മറിച്ചെങ്ങാനും പോയാൽ
Both the team. Gilly team. Last and final call. ആ നിങ്ങളുടെ ക്യാപ്റ്റൻ എവിടെ? സർ 10 മിനിറ്റുള്ളിൽ വരും സർ Gilly പ്ലീസ് versus സർ Tiger. എന്താടോ അവൻ KSRTC ഡ്രൈവറാണോ 10 മിനിറ്റ് താമസിച്ച് വരാൻ? ഇത് ലീഗ് മാച്ച് അറിയാൻ പാടില്ല. സർ ഇല്ല സർ പ്ലീസ് സർ. എവിടെയാടാ നിങ്ങളുടെ ക്യാപ്റ്റൻ? പേടിച്ച് വീട്ടിൽ പോയി പതുങ്ങിയിരിക്കുക നിങ്ങളുടെ ഗില്ലി. പല്ലി ഞങ്ങളുടെ ഗില്ലി പേടിച്ച് വരയ്ക്കുന്ന പൂച്ചക്കുട്ടിയല്ലടാ, ഗർജിക്കുന്ന സിംഹം. എന്താ നീ പറഞ്ഞങ്ങ് ഷൈൻ ചെയ്യാ? ചുമ്മാ വർത്താനം പറഞ്ഞ് പേടിപ്പിക്കാതെ കളി ജയിച്ച് കാണിക്കടാ. ഇതെന്താ ഗെയിമോ ഗ്യാങ് വാറോ? വഴക്കുണ്ടാക്കുന്നു. നിങ്ങളുടെ വഴക്കൊക്കെ പുറത്തു മതി. ഇവിടുത്തെ റൂൾസ് തെറ്റിച്ചാൽ മാച്ച് ക്യാൻസൽ ചെയ്യും. ഒരു നിമിഷം സാർ, ടൈം ആയെങ്കിൽ നിങ്ങൾ ടോസ് ചെയ്ത് മാച്ച് ആരംഭിച്ചോളൂ. ഞങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആളിനെ വെച്ച് കളിച്ചോളാം. മര്യാദയ്ക്ക് പോയി കളിക്കാൻ നോക്ക്. നിങ്ങൾ എന്തിനാ സർ സബ്സ്റ്റിറ്റ്യൂട്ട് കളിക്കാന്ന് പറയുന്നത്? വേലുല്ലാതെ കളിക്കുന്ന പ്രശ്നമില്ല. എടാ എനിക്ക് മനസ്സിലാവും, നിങ്ങൾ മാച്ച് റെഡി ആയിക്കോ. വേലു തീർച്ചയായിട്ടും വരും. എടാ ആദിവാസി, വണ്ടി ഉണ്ടോ? ഉണ്ട് സാർ. ഒന്ന് വേഗം വാടാ. എന്ത് പറ്റിയുടെ വേലുവിന് ഇത്ര വീരമില്ലേ? ഈ ലീഗ് മാച്ച് ജയിക്കണം. എവിടെ പോയി കിടക്കാം അവൻ ഇതുവരെ? സ്റ്റോപ്പ്. എന്താ ലിപ്പ് ചലിച്ചത്? ഒന്നുമില്ല. വാട്ട് ഈസ് ദിസ് മാഡം? കോൺസെൻട്രേഷൻ ഇല്ലല്ലോ. ദിസ് ഈസ് ഹോമം. നിരിക്കണം. സ്വാമി പറയുന്ന കേക്ക് മോനെ, നീ നല്ലപോലെ പഠിക്കാനല്ലേ ഇതൊക്കെ? ശരിയമ്മേ ശരി. ഓക്കെ ഓക്കെ, കോൺസെൻട്രേഷൻ വേണം. ലെറ്റ് us start. ഇവിടെ ഉത്കണ്ഠയുടെ നിമിഷങ്ങളാണ്. വളരെ വാശിയേറിയ ഈ മത്സരത്തിൽ വിജയിക്കാൻ പോകുന്നത് ഗില്ലി ടീമാണോ ടൈഗർ ടീമാണോ? കബഡി 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 കബഡി. ക്യാപ്റ്റൻ വേലുവില്ല, അതുകൊണ്ട് കളിക്കൊരു ഇൻട്രസ്റ്റേ ഇല്ല. വേലുമില്ലാത്തോണ്ട് ഇന്നത്തെ കളിക്കൊരു കിക്കില്ല. സ്റ്റോപ്പ്. അങ്ങോട്ട് എന്തിനാ നോക്കിയത്? നെയ്യെടുത്തിട്ട് വരൂ. നിങ്ങൾ എന്തിനാ എഴുന്നേറ്റ് പോണേ? ഇരിക്കൂ മാഡം, ഇരിക്കൂ. നിങ്ങളുടെ മോൻ പോട്ടെ. നെയ്യെടുത്തിട്ട് വാ. നെയ്യെടുത്തിട്ട് വാ. നെയ്യെടുത്തിട്ട് വരാൻ. വേടാ. നെയ്യെടുത്തിട്ട് വരാൻ. രാമകൃഷ്ണ, നിനക്ക് ഇരിക്കട്ടാ കെറോസിനോയിൽ. ഇതാ നെയ്യ്. നെയ്യ്. ഓ മണ്ണെണ്ണയായ നമഃ. അവിടെ ഇരി. ഓ മണ്ണെണ്ണയായ നമഃ. ഓ മണ്ണെണ്ണയായ നമഃ. മണ്ണെണ്ണയായ നമഃ. ഓ നമഃ മണ്ണെണ്ണയായ നമഃ. ഓ മണ്ണെണ്ണയായ നമഃ. ഓ മണ്ണെണ്ണയായ നമഃ.